എല്ലാവർക്കും നമസ്കാരം. പോസ്റ്റ് ഓഫീസ് GDSൻ്റെ കേരളത്തിലെ മൂന്നാമത്തെ മെറിറ്റ് ലിസ്റ്റ് ഇത് റിലീസായിട്ടുണ്ട്. ആദ്യത്തെ ലിസ്റ്റും അതുപോലെ രണ്ടാമത്തെ ലിസ്റ്റ്, രണ്ട് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചു. ഒരുപാട് പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. നമുക്കറിയാം, പരീക്ഷയും ഫിസിക്കലൊന്നും ഇല്ലാതെ നിങ്ങൾ ഒരുപാട് പേര് 10ാം ക്ലാസ് ഉയർന്ന മാർക്കോട് കൂടി പാസ്സായവർ അപ്ലൈ ചെയ്തൊരു നോട്ടിഫിക്കേഷനായിരുന്നു GDS നോട്ടിഫിക്കേഷൻ. അതിൻ്റെ മൂന്നാമത്തെ ലിസ്റ്റും കൂടെ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാത്തവർ ഈ ഒരു ലിസ്റ്റും കൂടി പരിശോധിക്കുക. അപ്ലൈ ചെയ്തവർ കേട്ടോ, ഈ ഒരു ലിസ്റ്റും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിന് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് GDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആദ്യം കയറുക. ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കേരള എന്ന് സെലക്ട് ചെയ്യുക. കേരള സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. അപ്പോൾ ആദ്യത്തെ രണ്ട് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു. അതിൻ്റെ അപ്ഡേറ്റൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അത് നിങ്ങൾ നോക്കണ്ട. ഇനി മൂന്നാമത്തെ ലിസ്റ്റ് നോക്കുക. ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇവിടെ കാണാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജനുവരി 2026, കേരള സർക്കിൾ ലിസ്റ്റ് 3, മൂന്നാമത്തെ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം? 23/6/2026 മുന്നേ നിങ്ങൾ പറയുന്ന പോസ്റ്റ് ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഹാജരാകണം. ഇല്ലാത്ത പക്ഷം നിങ്ങളവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ 23/6 ഈ മാസം 23-ാം തീയതിക്ക് മുന്നേ പ്രത്യേകത നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. 2 സെറ്റ് ഫോട്ടോ കോപ്പിയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൊണ്ടുപോകണം. 2 സെറ്റ് ഫോട്ടോ കോപ്പീസും വേണം, അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കയ്യിൽ വയ്ക്കണം. അപ്പോൾ ആദ്യം പറയുന്നത് ഡിവിഷനാണ്, പിന്നെ പോസ്റ്റ് ഓഫീസ്, പിന്നെ പോസ്റ്റ് ID, പോസ്റ്റ് നെയിം, പോസ്റ്റ് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഓർമ്മയുണ്ടാവും. പിന്നെ ശതമാനം, നിങ്ങൾക്ക് കിട്ടിയ ശതമാനം. ഈ ഒരു ലിസ്റ്റിൽ ടോട്ടൽ എത്ര പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്? 528 പേര് സെലക്ട് ആയിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റ്, മൂന്നാമത്തെ ലിസ്റ്റിൽ മാത്രം 528 പേര്. നിങ്ങൾക്ക് SMS ആയിട്ടും പിന്നെ മൊബൈൽ നമ്പറിലേക്ക് ഇമെയിലിലേക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക കേട്ടോ. അപ്പോൾ ഏത് ഡിവിഷനാണോ അവിടുത്തെ പോസ്റ്റ് ഓഫീസ്, ഏത് പോസ്റ്റ് ഓഫീസിലാണോ, പിന്നെ പോസ്റ്റ് നെയിം, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡക് സേവക്, ഈ 3 പോസ്റ്റുകളാണ്. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, പിന്നെ രജിസ്ട്രേഷൻ നമ്പർ. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ടോപ്പിൽ കാണാം. അപ്പോൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതവിടെ ടോപ്പ് സൈഡിൽ കാണാം. ടോപ്പ് സൈഡിലൊരു സെർച്ച് ബാർ കാണാം. അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ. ഇവിടെ G11 എന്നടിച്ച് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു ലിങ്ക്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഈ ഒരു PDF വേണ്ടവരെന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ്, ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു PDF കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പോസ്റ്റ് ഓഫീസ് GDS അയച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയാമെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലിസ്റ്റിൽ ഇടം പിടിച്ചവർ ശ്രദ്ധിക്കുക, 23/6/2026 മുന്നേ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പോകണം. ഇല്ലാത്ത പക്ഷം നിങ്ങളെ അവർ റിജക്റ്റ് ചെയ്യും, പിന്നെ എടുക്കില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.